ഡോക്ടർ എൻ അജിത് കുമാർ, കേരളം അവഗണിക്കപ്പെടുന്നുവെന്ന് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഒരേ സ്വരത്തിൽ പറയുമ്പോൾ ദേശീയപാത വികസനത്തിനും വിഴിഞ്ഞം പദ്ധതിക്കും കേന്ദ്രം നൽകുന്ന വൻതോതിലുള്ള ഫണ്ട് എന്തുകൊണ്ട് ചർച്ച ചെയ്യപ്പെടുന്നില്ല? തീർച്ചയായിട്ടും ശരിക്കും പറഞ്ഞാല് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കാര്യത്തിൽ കേരളത്തിന് ഒരു പരാതിയുമില്ല. ഇവിടെ ഇൻഫ്രാസ്ട്രക്ചറിനുള്ള ഡെവലപ്മെന്റിനാണ് ഏറ്റവും കൂടുതൽ കേന്ദ്രത്തിൽ നമുക്ക് ഫണ്ട് കിട്ടുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ഇത്തിരി പിന്നിൽ തന്നെയാണ്. വിഭവ സമാഹരണം കേരളത്തിൽ നടത്തേണ്ടത് അനിവാര്യമാണ്. ആ കാര്യത്തിൽ തീർച്ചയായിട്ടും കേരള സർക്കാർ കുറച്ചും കൂടി കാര്യക്ഷമമാവണം. ഫിനാൻഷ്യൽ മിസ്മാനേജ്മെന്റ് എന്നുള്ളൊരു വേർഡൊന്നും ഞാൻ യൂസ് ചെയ്യില്ല. പക്ഷേ നമുക്ക് പിരിച്ചു കിട്ടാനുള്ളത് നമ്മൾ ശരിക്കെടുത്ത് നോക്കിയാൽ ഈ GST തന്നെ നമുക്ക് പിരിച്ചു കിട്ടാനുള്ള തുക നാം എടുത്തു നോക്കിയാൽ അതിലുള്ള ആ ഒരു പോർഷൻ കിട്ടിയാൽ തന്നെ നമ്മുടെ തനത് വരുമാനം വർദ്ധിക്കും. ഓരോ ഫിനാൻസ് കമ്മീഷനും കേരളത്തെ കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട ന്യൂനത പറഞ്ഞെന്താന്ന് പറഞ്ഞാൽ, വല്ലാതെ കേരളം എന്താ പറഞ്ഞ നികുതി വരുമാനത്തെ ആശ്രയിക്കുന്നു. നികുതിയേതര വരുമാനം വർദ്ധിപ്പിക്കാനായി ഇവിടെ ഒരു പദ്ധതിയും ആവിഷ്കരിക്കുന്നില്ല. അതൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്.